ഹായ്. നെക്സ്റ്റ് ഡേ ഞങ്ങൾ മാർബിൾ ബുദ്ധ കാണാനായിട്ട് പോയേ. നല്ല വെയിലുള്ള ടൈം കൂടിയായിരുന്നു അത്. പിന്നെ ഞങ്ങൾ സഫാരി വേൾഡിലേക്ക് പോയേ. അവിടെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഗൈഡ് നോക്കുമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പുറത്തുകൂടെ കുറേ നടക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതിലെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ നമുക്ക് അകത്തേക്ക് കയറുമ്പോഴത്തേന് കുറേ ബേർഡ്സിനെയും ആനിമൽസിനെയൊക്കെ കാണാനായിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊന്നും എടുത്തില്ലായിരുന്നു. കാരണം കുറച്ച് തിരക്കുള്ള ടൈമായിരുന്നു. അതുകൊണ്ട് കുറേ ആൾക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഫോട്ടോസിനൊന്നും വെയിറ്റ് ചെയ്തില്ല. കാരണം ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ആദ്യമേ ചെന്നില്ലെങ്കിൽ നമുക്ക് സീറ്റ് പോലും കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമേ നേരെ അങ്ങോട്ട് തന്നെ ഡയറക്റ്റ് പോവുമായിരുന്നു ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട്. പിന്നെ സീറ്റും കിട്ടാനായിട്ട് നല്ല പാടായിരുന്നു. കാരണം നല്ല ആൾക്കാർ വരുന്ന ഒരു ദിവസമായിരുന്നു ഞങ്ങൾ പോയത്. പിന്നെ അവിടെ ഒറാങ്കുട്ടൻ്റെ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല കോമഡി ആയിരുന്നു. നല്ലപോലെ നമുക്ക് ചിരിക്കാനായിട്ടൊക്കെ പറ്റുന്നൊരു ഷോ ആയിരുന്നു. ഭയങ്കര ആൾക്കാരായിരുന്നു ഇത് കാണാനായിട്ട് വന്നത്. അത് നമുക്ക് കുറച്ച് സീറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിക്കാനും പറ്റത്തില്ല. അത് ഞങ്ങൾ നേരെ അടുത്ത ഷോയ്ക്കാണ് പോയത്. എല്ലാം നമ്മൾ പെട്ടെന്നായിരുന്നു. കാരണം നമുക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ കാണാനായിട്ടും പറ്റത്തില്ല. അതുകൊണ്ട് ഭയങ്കര റഷായിരുന്നു. നമ്മൾ നേരെ ഓരോരോ ഇതിലേക്ക് ഷോയ്ക്കിലും പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ ഒരു ആനിമൽസിനെ കാണാനായിട്ട് പറ്റുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വാറിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു. അത് പക്ഷേ ഫ്രണ്ടിൽ ഇരിക്കില്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഫ്രണ്ടിൽ ഇരിക്കുവാണെങ്കിൽ ഇവർ പോകുമ്പോഴത്തേന് മൊത്തം വെള്ളം തെറിക്കുമായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ 6 സീറ്റ് കഴിഞ്ഞിട്ടേ ഇരിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ചിലർക്കൊന്നും അത് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അവർ ഫുള്ള് നനയുകയും ചെയ്തു. പിന്നെ തീയും പുകയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഷോ ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ഡോൾഫിൻ്റെ ഷോ ആയിരുന്നു. അതും നല്ലപോലെ അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ കാണാനായിട്ടും ചിരിക്കാനായിട്ടൊക്കെ ഉള്ളതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് മറൈൻ പാർക്കിലേക്കാണ്. അവിടെ നമ്മൾ സീബ്രേനെയും ലയനെയും ബിയറിനെയും ഒക്കെ കണ്ടായിരുന്നു. നമ്മൾ പുറത്തേക്ക് നമ്മളെ ഇറക്കത്തില്ല. പക്ഷെ നമുക്ക് വണ്ടിക്കകത്ത് ഇരുന്ന് നമുക്ക് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റില്ല. കുറേ വണ്ടികൾ കാണുമേ. എല്ലാവരും ഇങ്ങനെ ക്യൂ പോലെ ഇങ്ങനെ ഓരോ വണ്ടിയുടെ ബാക്കിലായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമുക്കാണെങ്കിൽ വണ്ടിക്കകത്ത് ഇരുന്ന് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറ്റും. നമ്മളന്ന് ടൈഗർ പാർക്കിൽ നിന്ന് ഇതെടുത്തായിരുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. ഇത് ഇവിടെ മറൈൻ പാർക്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റി. ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവുമായിരുന്നു. തിരിച്ച് നമ്മൾ കൊച്ചിയിലേക്ക് വരുമായിരുന്നു. അങ്ങനെ തായ്ലൻഡ് ട്രിപ്പ് കഴിഞ്ഞു.